നമ്മൾ ക്യാൻസർ ചികിത്സയിൽ ആഗോളതലത്തിൽ നോക്കുമ്പോൾ നമ്മൾ മോശമല്ല. പിന്നെ നമ്മുടെ വിഭവങ്ങളുടെ പരിമിതിയുണ്ട് നമുക്ക്. അത് നമ്മൾ ആലോചിക്കണം. നമ്മളൊരു വികസ്വര രാഷ്ട്രമാണ്, അല്ലേ? വികസിത രാഷ്ട്രങ്ങളിലെ സംവിധാനങ്ങൾ നമുക്കിവിടെ ഒരുപക്ഷെ അവിടെ ഒരു 10 വർഷം മുമ്പ് കുറച്ചുകൂടി കഴിഞ്ഞായിരിക്കും ഇവിടെ വരിക. പക്ഷേ എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരെ സംബന്ധിക്കുന്നുള്ള ഒരു സാധാരണ രോഗത്തെ അല്ലെങ്കിൽ സാധാരണ ക്യാൻസറിനെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അഡ്വാൻസ്ഡ് സംവിധാനങ്ങളും നമുക്കുണ്ട്. പിന്നെ ആൾക്കാർ പോകുന്നതെന്ന് പറയുമ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരോ എന്താ പറയുക, വ്യക്തികളുടെ താല്പര്യങ്ങൾ, കൂടുതൽ പ്രതീക്ഷകൾ. ഇനി ഞാൻ ചില കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ പുറത്ത് പോയിട്ടുള്ള പല ആൾക്കാരും പുറത്ത് പോയി ചികിത്സയ്ക്ക് ഞങ്ങളിവിടുന്ന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ RCC ചികിത്സ എടുത്തിരിക്കുമ്പോൾ ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ പറയും. കാരണം നമ്മളൊരാളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിളങ്ങുതിരയാകാൻ പാടില്ല. അവിടെ പോയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് ആളെ ഒരിക്കൽ ചോദിക്കാൻ, പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളൊക്കെ ആകുമ്പോൾ. പക്ഷേ പലരും അവിടെ പറയുന്നത് നിങ്ങൾ അത് തന്നെ ചെയ്തോളൂ എന്ന് പറയും തിരിച്ച്. കാരണം അത്രയേ ഉള്ളൂ. ലോകത്തെവിടെ പോയാലും ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമുക്കിപ്പം ഈ ചില സൗകര്യങ്ങൾ ചിലപ്പം വർദ്ധിക്കും. ഇപ്പോൾ ഒരു സാധനം ഒരു 10 ml മെഡിസിൻ കൊടുക്കുന്നതിനുള്ള ആംബിയൻസ് വ്യത്യാസം കാണുമായിരിക്കാം. പക്ഷേ ആ ഉള്ളിൽ പോകുന്ന സാധനം അതിൻ്റെ കെമിക്കലായിട്ടുള്ള സാധനം ഒന്നും തന്നെ ആയിരിക്കും അതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ അത്തരത്തിലുള്ള മറ്റു തരത്തിലുള്ള ചുറ്റുപാടുകളൊക്കെ തന്നെ വ്യത്യസ്തമാണെങ്കിൽ പോലും ലോകത്തെവിടെയും കിട്ടുന്ന ചികിത്സകളൊക്കെ തന്നെ നമുക്ക് കേരളത്തിലും കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സംശയമില്ല.